പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തോരം സന്തോഷമുള്ളൊരു ദിവസമാണെന്നറിയോ? അതെന്താ അത്ര വലിയ സന്തോഷം എന്ന് ചോദിച്ചാൽ, നമ്മൾ 25 ദിവസങ്ങൾ, കറക്റ്റ് പറഞ്ഞാൽ 25 രാത്രികൾ പൂർത്തിയാക്കിയിരിക്കുന്നു. 2026 ജനുവരി മാസത്തിൽ 1-ാം തീയതി നമ്മൾ തുടങ്ങിയ ശുശ്രൂഷ 25 ഡേയ്സ് കംപ്ലീറ്റഡ്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവ് ഇത്രയും ദിവസങ്ങളിൽ ഇത്രയും വചനങ്ങൾ, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാനും ഒക്കെ ഈശോ തന്ന അവസരം നമുക്ക് നന്ദി പറയാം. ഈ മിനിസ്ട്രിയെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥന ഓർക്കാം. അച്ഛനെ നിങ്ങളോട് സ്നേഹത്തോടെ റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു ശുശ്രൂഷ നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ, ഷെയർ ചെയ്താൽ മാത്രം പോരാ. സത്യമായിട്ടും ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ റിക്വസ്റ്റ് ചെയ്യണം, നിങ്ങൾ ഇതിനുവേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മിനിസ്ട്രിയിൽ നമ്മളിപ്പോൾ പരസ്പരം ഒന്നും കാണുന്നൊന്നുമില്ല, ആരെയും നമുക്ക് പേഴ്സണലി അറിയത്തൊന്നുമില്ല. പക്ഷേ ഇത് കൂടുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പ്രാർത്ഥിച്ചേക്കണം. ഈശോയെ, ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം നിങ്ങളായിരിക്കും അച്ഛൻ എല്ലാ ദിവസവും പിന്നെ ഇങ്ങനെ വചനമൊക്കെ പറഞ്ഞു തന്ന് കുറുക്കം വലിച്ച് കിടന്നുറങ്ങുന്നതല്ല. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളും, അതിൽ മിക്ക കാര്യങ്ങളും ഞാനും കൂടെ കടന്നു പോകുന്നുണ്ട്. ചില സമയത്ത് ടെൻഷൻ അടിക്കാറുണ്ട്, ചില സമയത്ത് ഇങ്ങനെ കുറേ ആലോചിച്ചുകൊണ്ടിരിക്കാറുണ്ട്. കർത്താവേ, നാളെ എന്താകും, എനിക്കൊരു അടയാളമൊക്കെ താന്നൊക്കെ പറഞ്ഞ് ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. അനുഭവത്തിൽ എന്ന് പറയുന്നതല്ലേ സാർ കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ ചിലതിലൂടെയൊക്കെ ഞാനും കടന്നു പോകാറുണ്ട്. ചിലതൊക്കെ ഇപ്പോൾ ആൾക്കാർ പറഞ്ഞ അവരുടെ എക്സ്പീരിയൻസുകൾ, ആൾക്കാരെ ഒന്നും നമ്മൾ പറയുന്നില്ലെങ്കിലും അവർ കടന്നുപോയ ചില സാഹചര്യങ്ങളൊക്കെ അത് നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുമ്പോഴത്തേനും അത് ഒത്തിരി പേർക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഇതുമായിട്ട് മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഓരോ ജീവിത സാഹചര്യം നമ്മൾ കണ്ടുമുട്ടുന്നവർ, നമ്മളിത് ആർക്കൊക്കെ കൊടുക്കുന്നോ, അയച്ചു കൊടുക്കുന്നോ, ആരൊക്കെ കാണുന്നു കേൾക്കുന്നു, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ഈ ഒരു ശുശ്രൂഷ വലിയൊരു അനുഗ്രഹമായിട്ട് ഒരാളാണ് കേൾക്കുന്നെങ്കിൽ ആ ഒരാളിലേക്ക് ഒരു കൃപയായിട്ട് മാറണമെങ്കിൽ ഈശോ പ്രവർത്തിക്കണ്ടേ. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നതുകൊണ്ടോ പിന്നെ ഒരു കാര്യമില്ലല്ലോ, ഈശോ സംസാരിക്കണ്ടേ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ 25ാമത്തെ രാത്രി എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞു തരാനുള്ള ഒരു കുഞ്ഞു വചനമാണ്. ദാനിയേൽ പ്രവാചന പുസ്തകത്തിൽ 9-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഈ പ്രാർത്ഥന നീ ആരംഭിച്ച സമയം മുതലേ നിനക്ക് വേണ്ടി ഒരു സന്ദേശം വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് മാലാഖ ദാനിയേലിൻ്റെ അടുത്ത് വന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ദാനിയേലെ, ദൈവം നിന്നെ ഒത്തിരി അധികം സ്നേഹിക്കുന്നു. മോസ്റ്റ് ബിലവഡ് ഡാനിയൽ, ഇതാണ് ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ കാണുക. മോസ്റ്റ് ബിലവഡ് ഡാനിയൽ, ദാനിയേലെ നിന്നെ ദൈവം ഒത്തിരി അധികം സ്നേഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി 25ാമത്തെ രാത്രിയിൽ ഈശോയുടെ വചനം നിങ്ങളുടെ ഹൃദയത്തിലോട്ട് ഇത് കയറണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നീ പ്രാർത്ഥന ആരംഭിച്ച സമയം മുതൽ സ്വർഗത്തിൽ നിന്നൊരു ദൂത് നിനക്ക് വേണ്ടി തയ്യാറായിരിക്കുന്നു. ആ ദൂത് ഇതാണ്: ദൈവം നിന്നെ ഒത്തിരി അധികം സ്നേഹിക്കുന്നു. ദാനിയേലിനെ പേര് വിളിച്ചതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും പേര് വിളിച്ച് ഇന്നിത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഈശോ പറയാണ്, ഞാൻ നിന്നെ ഒത്തിരി അധികം സ്നേഹിക്കുന്നു. ഗോഡ് ലവ്സ് യു സോ മച്ച്. യു ആർ ഹിസ് മോസ്റ്റ് ബിലവഡ്. നീ ഇപ്പോൾ കടന്നു പോകുന്നത് എന്ത് സാഹചര്യത്തിലൂടെ ആണെങ്കിലും, എത്ര വിഷമത്തിലൂടെയും പ്രതിസന്ധിയിലൂടെ ആണെങ്കിലും, ഈശോയുടെ പ്രിയപ്പെട്ട മകൻ, ഈശോയുടെ പ്രിയപ്പെട്ട മകൾ ഇന്ന് രാത്രി ഇത് ഹൃദയത്തിലൂടെ ഏറ്റെടുക്കണേ. 2026 ആദ്യത്തെ 25 ദിവസങ്ങൾ പല അനുഭവങ്ങളും നിനക്ക് ഉണ്ടായിട്ടുണ്ടാകും. ബട്ട് ദിസ് നൈറ്റ് ഈശോയ്ക്ക് നിന്നോട് പറയാനുള്ളത് ഇത്രയാണ്: ഹി ലവ്സ് യു സോ മച്ച്. യു ആർ ഹിസ് മോസ്റ്റ് ബിലവഡ്. ഈശോയ്ക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. ആ ധൈര്യത്തിൽ, അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം. ആ ധൈര്യത്തിൽ നിങ്ങൾ കിടന്നുറങ്ങ്. നാളെ പ്രഭാതത്തിൽ നല്ല ഉണർവോടെ എഴുന്നേൽക്കുമ്പോൾ മനസ്സിൽ ഇത് പ്രാർത്ഥിക്കണം: ഞാൻ ഈശോയുടെ പ്രിയപ്പെട്ടവനാണ്, ഞാൻ ഈശോയുടെ പ്രിയപ്പെട്ടവളാണ്. ഐ എം ഹിസ് ബിലവഡ്. ഞാൻ എൻ്റെ കർത്താവിൻ്റെതാണെന്ന് പറഞ്ഞ് അഭിമാനത്തോടെ, അനുഗ്രഹത്തോടെ, അഭിഷേകത്തോടെ നാളെ ഒരു ദിവസം നിങ്ങൾ ജീവിക്കണം. കർത്താവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. നാളെ വിശുദ്ധ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ പ്രത്യേകമായിട്ടൊരു നിയോഗം പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മളായിരിക്കുന്ന ദേശത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് നാളെ പ്രാർത്ഥിക്കുക. ഈശോയുടെ കൃപ നിങ്ങളിലേക്ക് നിറയട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ഈശോയുടെ പ്രിയപ്പെട്ട ബിലവഡായ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.